ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഡ്രോൺ പരിശോധന നടത്തി ഭൂ ഉടമ വിമാനത്താവളത്തിനുള്ള 1000 ഏക്കർ കണ്ടെത്താനാണ് പരിശോധന നടത്തിയത്. അതേസമയം 10 വർഷം മുൻപ് സുപ്രീംകോടതി അനുമതി നിഷേധിച്ച പദ്ധതിയിൽ വീണ്ടും ഒരു നീക്കം നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് താൽപര്യമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സ്ഥലമുടമ എബ്രഹാം കലമണ്ണിലാണ് ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ എത്തിച്ച് പരിശോധന നടത്തിയത്. 400 ഏക്കർ സ്ഥലം തന്റെ പക്കലുണ്ടെന്നും 1000 ഏക്കർ കൂടെ ലഭിച്ചാൽ പദ്ധതി പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. രണ്ടാം ഘട്ട ഡ്രോൺ സർവേ നടത്തും. അബിൻ വർക്കി MLA-യുടെയും ആന്റോ ആന്റണി MP-യുടെയും പിന്തുണ ഉണ്ടെന്നും ഭൂവുടമ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. ഇനി എല്ലാം പുതിയതാ, പഴയതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങള് ലാൻഡ് കണ്ടെത്തി വരുന്ന നല്ല കമ്പനിക്ക് ലാൻഡ് കൊടുക്കുന്നു. ആറന്മുള വിമാനം ഗവൺമെന്റ് കൂടെ സപ്പോർട്ട് ഉള്ളതിനൊക്കെ ഉള്ളൂ. ഗവൺമെന്റ് സ്ഥലം എടുത്തു തരണം ഞങ്ങൾക്ക് ബാക്കി സ്ഥലം. 10 വർഷം മുൻപ് സുപ്രീം കോടതി അനുമതി നിഷേധിച്ച പദ്ധതിയാണ് ആറന്മുള വിമാനത്താവള പദ്ധതി. പത്തനംതിട്ട ജില്ലയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത മറ്റു സ്ഥലങ്ങളുണ്ട്. സർവേ നടത്തിയതിനു പിന്നിൽ ഭൂമി കച്ചവടമാണ് ലക്ഷ്യമെന്നും BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അത് റിയൽ ബിസിനസ്സാണ്. ഇതിന്റെ പിന്നെ വളരെ വ്യക്തമല്ലേ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഡ്രോൺ പരിശോധനയൊക്കെ അടുത്ത് കൊടുമണ്ണിലുണ്ട്. സ്ഥലം നല്ല സ്ഥലമാണ്. അവിടെ ഇടിച്ചു നിരത്തേണ്ട യാതൊരു വിധത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ല. ഒരു ചെലവുമില്ല. നല്ല സ്ഥലമാണ്. വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലമാണ്. എന്തുകൊണ്ടത് നോക്കുന്നില്ല? വിമാനത്താവള പദ്ധതി നടപ്പാക്കാൻ 2004-ലാണ് എബ്രഹാം കലമണ്ണിൽ ആദ്യ ശ്രമങ്ങൾ ആരംഭിച്ചത്. തന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ എയറോനോട്ടിക്സ് കോഴ്സിനായി എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനെന്ന് പറഞ്ഞാണ് ആറന്മുളയിൽ തുച്ഛമായ വിലയ്ക്ക് സ്ഥലം വാങ്ങിയത്. പദ്ധതി നടത്തിപ്പിന് ചെന്നൈ ആസ്ഥാനമായ KGS കമ്പനിക്ക് ഭൂമി കൈമാറി. എന്നാൽ പിന്നീട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വൻ ജനകീയ പ്രക്ഷോഭം നടന്നു. 2014 മെയ് 28-ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പദ്ധതി റദ്ദാക്കി. പാരിസ്ഥിതികാഘാത പഠനം നടത്തിയ ഏജൻസിക്ക് യോഗ്യതയില്ല എന്നും തെളിഞ്ഞിരുന്നു. സുപ്രീംകോടതി കൂടെ ശരിവച്ചതോടെ വിമാനത്താവള പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.